ഹലോ വെൽക്കം ടു സുമി ഫസ്റ്റ് കിച്ചൻ. ഇന്നൊരു ചിന്ന മിനി വ്ലോഗാട്ടോ, വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയതാണ്. ഇക്കടെ കസിനായിട്ടോ. അവൾക്ക് ചെറിയൊരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി, പക്ഷേ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി പോകുമ്പോൾ തന്നെ നല്ലതായിട്ട് വ്ലോഗൊക്കെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയത് കേട്ടോ. പക്ഷെ മറന്നുപോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എടുത്തത്. അതുകൊണ്ടാട്ടോ പിന്നെ മൊബൈലിൽ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണേ. കാര്യം ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടോ. അപ്പോൾ ഇതാണ് ആള്, കുഞ്ഞുമോള്. പിന്നെ ഇത് അവളുടെ മക്കളാണ്, 2 മോളും 1 മോനും. ആ സ്പെക്സ് വെച്ച ആൾ എറണാകുളത്തോട്ടോ പഠിക്കുന്നത്. അവൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുക. മറ്റേ മോള് 12th. പിന്നെ അതാണ് മോന് 6th അപ്പം മോളെയും കാണാൻ പറ്റി, മറ്റ് വിശേഷങ്ങളൊക്കെ പങ്കിടാൻ പറ്റി. ഇത് അവരുടെ സ്വന്തം പാച്ചുക്കുട്ടി കേട്ടോ. അപ്പോൾ പാച്ചു എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ആണെന്ന് തോന്നും, പക്ഷേ പേര് പാച്ചു എന്ന് അവരിട്ടേക്കണം. അതെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം. ഇത്ര അടുത്തൊരു പൂച്ചേനെ കിട്ടിയതല്ലേ. അതിൻ്റെ ഡെലിവറി അടുത്തിരിക്കുക കേട്ടോ. ഈ ആഴ്ച തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുമായിട്ട് ഭയങ്കര ക്യൂട്ട്. അവർ അത്രയ്ക്ക് പുന്നാരിച്ചായിട്ടോ അതിനെ കൊണ്ടു കിടക്കുന്നത്. അവരെ ബെഡിലൊക്കെ വെച്ചിട്ടായിട്ടോ കിടത്തണം. ഇവിടെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചയെ പോലും ഇക്ക അടുപ്പിക്കില്ല. ഇക്കാൻ ഇഷ്ടമല്ല. എൻ്റെ രോമം മാവും, കുട്ടികൾക്ക് ഇത് പറ്റില്ല, അതാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക ഒച്ചപ്പാടാണ്. അവിടെ വീട്ടിൽ ഒരൊറ്റ പൂച്ചയെ പോലും മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കാണുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മിനി വ്ലോഗാട്ടോ ഇത്. നല്ല കുറേ എന്താ പറയണേ, കുറേ നാളത്തെ വീട്ടിൽ ചെല്ലലും കാണലും ആ വിശേഷം പറയലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ മോള് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ അവിടെ എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഗാർഡൻ്റെ കാര്യം കേട്ടോ. കുറേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും പേര് എനിക്ക് പറഞ്ഞു തന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അന്നേരം ഇങ്ങനെ ഓരോന്നും ഇന്നതാണെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ അവൾ എവിടെ പോയിരുന്നാലും ഉണ്ടല്ലോ, എവിടെയെങ്കിലും നല്ല ചെടികളൊക്കെ കാണാൻ എനിക്ക് പുള്ളിക്കാരത്തി അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. മക്കൾക്കും അതുപോലെ തന്നെ കേട്ടോ. വീട്ടിൽ കുറേ ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം കരിഞ്ഞിരിക്കും കേട്ടോ എൻ്റെ വീട്ടിൽ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഇവിടെ നിന്നൊക്കെ പോയി കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്ത് നട്ട് ഒരു ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും വരട്ടെ അല്ലേ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാവുന്ന തന്നെ ആയിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയാത്തതുണ്ട് കേട്ടോ, പേരൊന്നും പറയാത്ത. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോൾ ഇനി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അകത്ത് വയ്ക്കുന്നതും അങ്ങനെ വെളിയിൽ വെക്കുന്നതുമായിട്ടുള്ള കുറേ വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മോളെടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞ് അവരൊരു പാട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അവൾക്ക് നാണം വന്നു. എല്ലാവരും കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇക്കാക്കയും കൂടെ വാ, ഞാൻ എന്നാൽ കളിക്കാന്നുള്ള രീതിയിൽ ഇക്കാക്കാനെയും കൂടെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആൾ. അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ പോയി. പിന്നെ ഇന്നിപ്പോൾ ലഞ്ച് ഞാൻ ചെന്നപാട് അടുക്കളയിൽ ചെന്നിട്ട് എന്താ ലഞ്ച് എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ നല്ല അടിപൊളി തേങ്ങാച്ചോറും നല്ല ചിക്കൻ പെരട്ടി വെച്ചതും കച്ചമ്പറും അച്ചാറും നാരങ്ങാച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാൻ നിന്നില്ല. കുറച്ച് ചോറും തേങ്ങാച്ചോറും എടുത്തിട്ട് കുറച്ച് കറിയും ഒക്കെ ആയിട്ട് കൂട്ടി ഒരു പിടുത്തം ഞാൻ കണക്ക് പിടിച്ചു കേട്ടോ. പിന്നെ ചായയൊക്കെ റെഡിയാക്കി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ വർത്തമാനം പറയും, അതൊക്കെ തിന്ന് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം അങ്ങനെയും പോയി. അപ്പോൾ ഇതിനിടയിൽ ഇക്കാൻ കടയിലത്തേക്ക് കുറച്ച് സാധനം എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇരുത്തിയിട്ട് പോയി കുറച്ച് സാധനം ആക്റ്റീവയിലെ വന്നു. കുറച്ചെന്തേ ഉള്ളൂ, ഇത് 1-2 സാധനം തീർന്നത് മാർക്കറ്റിൽ പോയി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറേ നാളത്തിന് ശേഷം അവളെ വിശേഷങ്ങളും മക്കളുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലും തമാശ പറയലും ഒക്കെ ആയിട്ട് ഒരു ദിവസത്തിൻ്റെ കുറച്ച് നല്ല സമയം അങ്ങ് പോയി കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയാണ്, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂടിക്കാഴ്ച കേട്ടോ. പിന്നെ അതിനിടയിൽ ഇക്ക പോയ സമയം കുറച്ച് നേരം പിന്നെ ഞങ്ങൾ കിടന്നു. കുറേ നേരം വർത്തമാനം പറഞ്ഞു. എല്ലാവരും ഉണ്ടായിരുന്നു, മക്കളൊക്കെ ആയിട്ടാണെങ്കിൽ അവളാണെങ്കിൽ എല്ലാവരും നല്ല സോഷ്യൽ കേട്ടോ, കമ്പനി. ഇക്കയും ഇക്കൻ്റെ വേറെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ക്ലോസാണ്. ഇവർ അടി കൂടലും ആ ഒരു ഭയങ്കര ഒരു ഇതാട്ടോ. എനിക്കത് ഭയങ്കര ഇതാണ്. ഇവർ ആ ഒരു ഇത് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഒരു സന്തോഷം അങ്ങനെ പങ്കിട്ടിട്ട് ഞങ്ങളൊരു 4:15-4:30 അവിടെ നിന്ന് ഇറങ്ങി. ഇനി പോയി കട തുറക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു, ബൈ.